ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ചുരുളഴിയാത്ത രഹസ്യത്തെ പറ്റിയാണ്. ഇല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റി എന്ന വാക്ക് കേട്ടിട്ടില്ലാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. രഹസ്യ സമൂഹങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധവും വിവാദവുമായ പേരാണ് ഇല്ലുമിനാറ്റി. ജനപ്രിയ ചലച്ചിത്രങ്ങളും നോവലുകളും ഈ സംഘടനയെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ഇല്ലുമിനാറ്റി എന്താണ്? അവർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അവരുടെ ലക്ഷ്യം എന്താണ്? നമുക്കൊന്ന് നോക്കിയാലോ. ഇല്ലുമിനാറ്റിയുടെ ആദിമ രൂപം 1776 ബവേറിയ എന്ന പ്രദേശത്ത് ഉത്ഭവിക്കുന്നത്. ഇല്ലുമിനാറ്റി എന്നത് ലോകം മുഴുവൻ നിഗൂഢത നിറഞ്ഞ ഒരു രഹസ്യ സംഘമായി കണക്കാക്കപ്പെടുന്ന ഒരു സംഘടനയാണ്. ഇതിനെ സംബന്ധിച്ച കുറച്ച് ആശയക്കുഴപ്പങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. 1776 ബവേറിയൻ ഇല്ലുമിനാറ്റി എന്നതിൻ്റെ രൂപീകരണം മുതൽ ഇന്നുവരെ ഈ സംഘടനയെക്കുറിച്ചുള്ള വിവാദങ്ങളും ചർച്ചകളും തുടരുന്നു. ഇല്ലുമിനാറ്റി എന്ന സംഘടനയുടെ ചരിത്രം 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ബവേറിയൻ ഇല്ലുമിനാറ്റിയിലാണ്. 1776 ഈ സംഘടനയുടെ രൂപീകരണം. ജർമ്മൻ ദാർശനികനും നിയമ വിദ്യാർത്ഥിയുമായ ആഡം വൈസ്ഹൗട്ട് ആണ് ഇത് സ്ഥാപിച്ചത്. ബവേറിയയിലെ ഇന്നത്തെ ജർമ്മനിയാണ് ബവേറിയ. ഇംഗ്ലീഷ് സ്റ്റാറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. മതസ്ഥാപനങ്ങളുടെ അനിയന്ത്രിത ശക്തി തടയുക, ആധിപത്യമുള്ള സർക്കാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക, മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ഇല്ലുമിനാറ്റിയുടേത്. ആദ്യകാലത്ത് ഈ രഹസ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മസോൺവുമായും ബന്ധപ്പെട്ടിരുന്നതിനാൽ പലരും ഇല്ലുമിനാറ്റിയെ മസോൺസ് വിഭാഗമായും കണക്കാക്കി. ഈ സംഘടനയുടെ പ്രവർത്തനം മിക്കവാറും രഹസ്യമായിരുന്നു. അംഗങ്ങൾ രഹസ്യ ചിഹ്നങ്ങൾ, ആചാരങ്ങൾ, കൂടിയാലോചനകളിലൂടെ ബന്ധപ്പെടുമായിരുന്നു. അവരുടെ ആക്യുപാങ് ചെയ്യലുകൾ പലപ്പോഴും പൊതുജനങ്ങൾക്ക് അപാരമായിരുന്നു. പലരും ഇല്ലുമിനാറ്റിയുടെ പ്രവർത്തനങ്ങളെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കിടയാക്കി മാറ്റിയിരുന്നു. ഇല്ലുമിനാറ്റിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പ്രത്യേകം ഒരു തിരഞ്ഞെടുത്ത കോഡ് നാമം ഉണ്ടായിരുന്നു. അവർക്ക് വിശ്വാസ്യത പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരുമായിരുന്നു. അവരുടെ ചിന്തകൾ മതസ്ഥാപനങ്ങളുടെ മേൽത്തോട്ടത്തിൽ നിന്നും മോചിതമായിരിക്കണം. ഐ ഓഫ് പ്രൊവിഡൻസ്, ഒറ്റക്കണ്ണ്. പിരമിഡ് മുകളിൽ ഒരൊറ്റ കണ്ണുള്ള ഈ ചിഹ്നം ഇല്ലുമിനാറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നാണ് വിശ്വാസം. ഊറോബോറോസ്, സ്വന്തം വാൽ തിന്നുന്ന ഒരു പാമ്പിൻ്റെ ചിത്രം. അവർ അനന്തമായ ശക്തി കൈവശമാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പെൻഡഗ്രാം, ഒരു പഞ്ചകോണ ചിഹ്നം, പലപ്പോഴും അദൃശ്യ ശക്തികൾക്ക് സാമ്പത്തികമെന്ന് കരുതുന്നു. നമ്മൾ ഈ ചിഹ്നങ്ങളൊക്കെ ചില സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഇല്ലുമിനാറ്റിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ്. പലരും ഇല്ലുമിനാറ്റിയെ ലോകത്തിൻ്റെ ഭാവിയെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു ശക്തിയെന്ന് കണക്കാക്കുന്നു. സാമ്പത്തിക സ്ഥാപനങ്ങൾ, രാഷ്ട്രീയം, മാധ്യമം, എല്ലാ മേഖലകളെയും അവർ കൺട്രോൾ ചെയ്യുന്നു എന്ന സിദ്ധാന്തമാണ് ന്യൂ വേൾഡ് ഓർഡർ. മൈക്കിൾ ജാക്സൺ, ബിയോൺസെ, ജെയ്സി, കാന്യെ വെസ്റ്റ് തുടങ്ങിയ പ്രമുഖ ഗായകർ ഇല്ലുമിനാറ്റിയുമായി ബന്ധമുള്ളവരാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല. ഹോളിവുഡിലെ ചില വലിയ സംവിധായകരും ഇല്ലുമിനാറ്റിയുടെ അടിയന്തര അംഗങ്ങളാണെന്ന് പറയുന്നു. ഇതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നത്. അമേരിക്കൻ ഡോളറിൽ ഇല്ലുമിനാറ്റിയുടെ അടയാളങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസം. അമേരിക്കൻ $1 നോട്ടിൻ്റെ പിന്നിലുള്ള പിരമിഡ്, ഐ ഓഫ് പ്രൊവിഡൻസ്, ഇല്ലുമിനാറ്റിയുടെ അടയാളമാണെന്ന് ചിലർ പറയുന്നു. വാസ്തവത്തിൽ 1785 ബവേറിയൻ ഇല്ലുമിനാറ്റി ഔദ്യോഗികമായി നിരോധിക്കപ്പെട്ടത്. ബവേറിയയിലെ ഡ്യൂക്ക് കെട്ടിയ നിയമപ്രകാരം രഹസ്യ സംഘങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതിനുശേഷം അവരായി നിലനിൽക്കുകയോ പുനരുജ്ജീവിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. പക്ഷേ ഇന്നും ചിലർ വിശ്വസിക്കുന്നു ഇല്ലുമിനാറ്റി പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല.
മറിച്ച് അതിന്റെ പ്രവർത്തനം മറവിൽ തുടരുന്നുണ്ട്. ഇന്ന് ഇല്ലുമിനാട്ടി ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. കലയിലും സംഗീതത്തിലും സിനിമയിലും ഇല്ലുമിനാട്ടിയുടെ ചിഹ്നങ്ങൾ ധാരാളമായി നമുക്ക് കാണാം. എന്നിരുന്നാലും യഥാർത്ഥ ഇല്ലുമിനാട്ടി ഇന്നത്തെ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നാണ് ചരിത്രപഠനം കാണിക്കുന്നത്. പലപ്പോഴും ഇല്ലുമിനാട്ടിയെക്കുറിച്ചുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ മനോരഞ്ജനത്തിലുള്ളതാണ്. പല മാധ്യമങ്ങളും സിനിമകളും ഈ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളിൽ കൗതുകം ഉണർത്തുന്നു. ഇല്ലുമിനാട്ടി എന്നത് ഇന്നും ലോകമെമ്പാടുമുള്ള നിരവധി ചർച്ചകളിലും ചിന്തകളിലും ഇടം പിടിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നാലും അത് സാംസ്കാരിക ലോകത്തും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. സത്യവും നിഗൂഢതയും ഇടകലർന്ന ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ, ചർച്ചകൾ, വിശകലനങ്ങൾ വേണമെന്ന് പറയാം. ഇല്ലുമിനാട്ടി സത്യമാണോ അതോ മിഥ്യയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാവുന്നില്ല. പക്ഷെ അതിൻ്റെ അർത്ഥവും സ്വാധീനവും ലോകത്ത് എവിടെയും കാണാം നമുക്ക്. ഇല്ലുമിനാട്ടി എന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രഹസ്യ സംഘടനകളിൽ ഒന്ന് തന്നെയാണ്. നമ്മുടെ ഭാവിയെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇല്ലുമിനാട്ടി ഒരു വാണിജ്യ ശ്രദ്ധാ കേന്ദ്രം മാത്രമാണോ? ഈ ചോദ്യങ്ങൾ ഇന്നും മറുപടിയില്ലാതെ തുടരുന്നു. ഇല്ലുമിനാട്ടി എന്നത് യഥാർത്ഥത്തിൽ ലോകം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണോ അതോ വെറും കെട്ടുകഥയോ എന്നത് ഇന്നും വ്യക്തമാവാത്ത കാര്യം തന്നെയാണ്. ചരിത്രപരമായല്ലെങ്കിലും ഇല്ലുമിനാട്ടി എന്ന ആശയം ആധുനിക മാധ്യമങ്ങളിലും സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവസാനമായി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇല്ലുമിനാട്ടി യഥാർത്ഥത്തിൽ ഉണ്ടോ അതോ അത് വെറും ഒരു മിഥ്യയാണോ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇന്ന് കണ്ട എമ്പുരാൻ സിനിമ തന്നെയാണ്. സിനിമ കണ്ട എല്ലാവർക്കും അത് തോന്നിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നിർത്തുന്നു. ഇങ്ങനെയുള്ള സിനിമാ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.